അഖില ഗുഡ് മോർണിംഗ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മെയിൻ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഈ നോർമൽ ഹാളുകൾ പോലെ ഓഡിറ്റോറിയം പോലെയുള്ള പ്രോജക്റ്റ് പോലെ അല്ല വീടിന് ഈ ഫോൾ സീലിങ്ങും അതേപോലെ തന്നെ ഈ സീലിങ്ങും വലിയൊരു ഫാക്ടറാണ്. അപ്പം നമ്മൾ ബാത്റൂമിനകത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു 20 സെന്റിമീറ്റർ സിങ്കിന് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. ആ 20 സെന്റിമീറ്റർ, ഇതാണ് 20 സെന്റിമീറ്റർ. ഈ 20 സെന്റിമീറ്ററിനകത്തിരുന്ന് നമ്മളൊരു 10 സെന്റിമീറ്ററും കൂടെ കൂട്ടിയിട്ട് 30 സെന്റിമീറ്ററിലായിരിക്കും ബാത്റൂമിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിനാ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ, എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്നാന്ന് പറഞ്ഞാൽ, ഈ പൗഡർ ഏരിയയിലും ഈ സീലിങ്ങിന്റെ ഇത് 20 സെന്റിമീറ്റർ കുറഞ്ഞാണ് വരുന്നത്. ഇത് കുറഞ്ഞാണ് വരുന്നതെങ്കിൽ എനിക്കൊരു ഓഫ്സെറ്റ് പോലെ ഒരെണ്ണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ. അതൊരു മെയിനാണ്. കാരണം ഈ ഇത് യൂണിറ്റിനകത്ത്, ഈ യൂണിറ്റൊക്കെ ഇങ്ങോട്ട് വരും. ഈ യൂണിറ്റിനകത്ത് ഇരുന്ന് ഇതൊരു പ്ലീനം ബോക്സ് എന്ന് പറയും. പ്ലീനം ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിലോട്ടാണ് എയർ ആദ്യം വരുന്നത്. ഇത് സൗണ്ട് പ്രൂഫിന് വേണ്ടിയും എയർ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയാണ് ഈ പ്ലീനം ബോക്സ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലീനം ബോക്സ് ഇരുന്ന് ഈ ഒരു മുറിയിലേക്കും ഈ ഒരു മുറിയിലേക്കും സപ്ലൈ പോകും. ഇത് ഈ ഈ ബ്രാഞ്ചിലും ഒരു ഷട്ടർ കാണും, ഈ ബ്രാഞ്ചിലും ഒരു ഷട്ടർ കാണും. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിയിലോട്ട് സപ്ലൈ വരും. അല്ലാതെ നോർമൽ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള മുറിയിലേക്കൊക്കെ വരും. ബെഡ്റൂമിലേക്ക് നമുക്ക് വേറെ എ സിയുടെ ആവശ്യമില്ല. ഈ ഒരൊറ്റ എ സിക്കകത്തിരുന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. 8.5 ടൺ ആണ്. ആക്ച്വലി നമ്മൾ ഒരു ഹോള് എടുക്കുമ്പോൾ നമ്മൾ ഒറ്റ, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം എടുക്കുമ്പോൾ ഒറ്റ ഇതായിട്ട് എടുക്കും. വീടെടുക്കുമ്പോൾ ഓരോ മുറി എടുത്തിട്ട് നോക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിപ്പമുള്ള മുറി എടുത്തിട്ട് നോക്കും. കാരണം ഒരേ സമയത്ത് എല്ലാം ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ തന്നെ ഈ പറഞ്ഞ പ്രയോജനം വരുമോ, അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എടുക്കുന്നത്. അപ്പം ഞാനിപ്പം എൻ്റെ ഒരു മെയിൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ചോദ്യം എന്നാന്ന് പറഞ്ഞാൽ, ഈ ഹൈറ്റ് എത്ര വരുന്നുണ്ട് ഈ പൗഡർ ഏരിയക്കകത്ത്, അതൊന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.